നമസ്കാരം. രാഷ്ട്രീയ കേരളം ഇന്നലകളിൽ കണ്ട വലിയൊരു വിരോധാഭാസത്തിനാണ് ഇപ്പോൾ പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വന്തം കൈകൾ ശുദ്ധമാണോ എന്ന് പരിശോധിക്കാത്തവർക്ക് കാലം കാത്തുവച്ച തിരിച്ചടി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് തെരുവിൽ അഴിഞ്ഞാടിയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അലൻ മാത്യു ഇപ്പോൾ സമാനമായ കേസിൽ പ്രതിയായി ഒളിവിൽ പോയിരിക്കുകയാണ്. റാന്നിയിലെ CPM ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യുവിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി, ഒടുവിൽ മാരേജ് ബ്യൂറോയിൽ വിവാഹം കഴിക്കണമെന്ന് സമ്മതപത്രം ഒപ്പിട്ട് നൽകിയ ശേഷം കാലുവാരി വഞ്ചിച്ചു. ഇതൊക്കെയാണ് പരാതിക്കാരിയായ യുവതി ഉന്നയിക്കുന്ന കാര്യങ്ങൾ. പരാതിക്കാരിയുടെ ആദ്യ വിവാഹ ബന്ധം തകരുവാൻ പോലും ഈ ബന്ധം കാരണമായി എന്നാണ് പുറത്തുവരുന്ന വിവരം. യുവതിയുടെ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തിയതോടെയാണ് റാന്നി പോലീസ് കേസെടുത്തത്. പീഡനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. പത്തനംതിട്ട കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തെ മുട്ടയെറിഞ്ഞും കരിങ്കൊടി കാട്ടിയും പൊങ്കാലയിട്ട് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ഇതേ അലൻ മാത്യു. അന്ന് രാഹുലിനെതിരെ ഉയർത്തിയ അതേ ലൈംഗിക പീഡന ഗർഭഛിദ്ര ആരോപണങ്ങൾ ഇപ്പോൾ സ്വന്തം തലയിൽ തന്നെ വന്നു വീണിരിക്കുന്നു. പരാതി ഉയർന്നതോടെ അലൻ മാത്യുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി CPM മുഖം രക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിയെ പിടികൂടുവാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യാൻ നടത്തുന്നവർ ഇന്ന് നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിവിൽ ഓടുകയാണ്. ഈ കേസ് കേവലം ഒരു പീഡനാരോപണം മാത്രമല്ല, പരാതിക്കാരിയായ യുവതിയുടെ ആദ്യ വിവാഹബന്ധം തകരുവാൻ പോലും കാരണമായത് അലൻ മാത്യുവിനോടൊപ്പമുള്ള ഈ ബന്ധമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിവാഹമോചനത്തിന് ശേഷം താൻ കൂടെ കൂട്ടാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് അലൻ ഈ യുവതിയെ കൂടെ നിർത്തിയത്. എന്നാൽ ഗർഭിണിയായപ്പോൾ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് ഇരയാക്കുകയും ചെയ്തു. ഒരു സ്ത്രീയുടെ ജീവിതം വെച്ച് ഇത്രയും ക്രൂരമായി പന്താടിയ ആൾ തന്നെയാണ് പത്തനംതിട്ട കോടതിക്ക് മുന്നിൽ നിന്ന് സദാചാരം പ്രസംഗിച്ചത് എന്നത് എത്രത്തോളം ഭയാനകമാണ്. ഇവിടെയാണ് നമ്മൾ പോലീസിന്റെ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി വന്നപ്പോൾ മിന്നൽ വേഗത്തിലാണ് കേരള പോലീസ് നീങ്ങിയത്. രാത്രിക്ക് രാത്രി കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും കാണിച്ച ആവേശം എന്തുകൊണ്ട് അലൻ മാത്യുവിന്റെ കാര്യത്തിൽ കാണുന്നില്ല? മജിസ്ട്രേറ്റിന് മുൻപാകെ പെൺകുട്ടി മൊഴി നൽകിയിട്ട് ദിവസങ്ങളായി. എന്നിട്ടും പ്രതിയെ പിടികൂടുവാൻ സാധിക്കാത്തത് അദ്ദേഹം ഒരു ഭരണപക്ഷ നേതാവായതുകൊണ്ടാണോ, അതോ ഒളിവിൽ പോകാൻ പോലീസ് തന്നെ വഴിമരുന്നിട്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഇതിനെയാണ് കാലം കാത്തുവച്ച നീതി എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ എത്തിയ അലൻ മാത്യു മുട്ടയെറിഞ്ഞും തെറി വിളിച്ചും കാട്ടിയ കോപ്രായങ്ങൾ നാം കണ്ടതാണ്. അന്ന് അദ്ദേഹം വിളിച്ച മുദ്രാവാക്യങ്ങൾ ഓരോന്നും ഇന്ന് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്നു. മറ്റൊരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ തനിക്ക് നേരെയുണ്ടെന്ന് അലൻ മറന്നുപോയി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അലന്റെ പഴയ പ്രസംഗങ്ങൾ ട്രോളുകളായി നിറയുകയാണ്. സഖാവ് അലൻ എന്ന ബിംബം തകർന്നടിഞ്ഞിരിക്കുന്നു. വിഷയം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അലനെ പുറത്താക്കി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേവലം ഒരു പുറത്താക്കലിൽ ഒതുക്കുകയാണോ? ഒരു സ്ത്രീയെ ഇത്രയും ക്രൂരമായി വഞ്ചിച്ച പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ പാർട്ടി എന്ത് നിലപാടാണ് എടുക്കുന്നത്? റാന്നിയിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പോലും ഇപ്പോൾ ഈ നേതാവിന്റെ പ്രവൃത്തിയിൽ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. അലൻ മാത്യു ഇപ്പോഴും ഒളിവിൽ തന്നെ. മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കങ്ങൾ അണിയറയിൽ നടന്നിട്ടുണ്ടാകാം. എന്നാൽ നിയമത്തിന് മുന്നിൽ നിന്ന് എത്ര നാൾ ഇവർക്ക് ഓടിക്കളിക്കുവാൻ കഴിയും? ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആവേശത്തോടെ സമരം നയിച്ച ഡിവൈഎഫ്ഐ നേതൃത്വം ഇപ്പോൾ എവിടെ പോയി ഒളിച്ചു? ഇതിനുള്ള മറുപടി അവർ ജനങ്ങളോട് പറഞ്ഞേ മതിയാകും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ രാഷ്ട്രീയമായി തകർക്കാൻ എത്രത്തോളം ഹീനമായ ശ്രമങ്ങളാണ് നടന്നത്. പെയ്ഡ് വാർത്തകളും വ്യാജ പരാതികളും കൊണ്ട് അദ്ദേഹത്തെ വളയുവാൻ ശ്രമിച്ചവർ ഇന്നും സ്വന്തം പാളയത്തിലെ ചതിക്കുഴികളിൽ വീണിരിക്കുന്നു. തന്നെ വ്യക്തിഹത്യ ചെയ്യുവാൻ ശ്രമിച്ചവർക്കെതിരെയും കള്ളക്കേസുകൾ കെട്ടിച്ചമർച്ചവർക്കെതിരെയും രാഹുൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്നു, സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന്. ആ വാക്കുകൾ ഇന്ന് അക്ഷരം പ്രതി ശരിയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ വന്നപ്പോൾ അദ്ദേഹം ഓടിയൊളിച്ചില്ല. പകരം നിയമത്തിന് മുന്നിൽ നിന്ന് നെഞ്ചു വിരിച്ചു നിന്നു. തനിക്കെതിരെയുള്ളത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ഓരോ മലയാളിയോടും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇന്ന് പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐ നേതാവ് ഒളിവിൽ പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ തെരുവുകളിൽ ജനങ്ങൾക്കൊപ്പം ജനകീയ വിഷയങ്ങളിൽ പോരാടുകയാണ്. വ്യാജ ആരോപണങ്ങൾ കൊണ്ട് ഒരു നേതാവിനെ തളർത്താൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ.
പത്തനംതിട്ട കോടതിക്ക് മുന്നിൽ രാഹുലിനെ മുട്ടയെറിഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചവർ കരുതിയത് അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമെന്നാണ്. എന്നാൽ മുട്ടയെറിഞ്ഞ കൈകളിൽ നിന്ന് പോലീസ് തിരയുന്ന പ്രതിയുടെ തരം മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആരോപണങ്ങൾ നേരിടുമ്പോൾ അത് കോടതി തെളിയിക്കട്ടെ എന്ന മാന്യത കാട്ടിയ രാഹുലും കേസെടുത്ത ഉടൻ മാളത്തിൽ ഒളിച്ച അലൻ മാത്യുവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് പൊതുജനം തിരിച്ചറിയുന്നു. ഈ സംഭവം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ നാടകമാണ് എന്ന ചോദ്യവുമായി ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. രാഷ്ട്രീയ എതിരാളികൾ കെട്ടിയാടിയ നാടകത്തിലെ നായകന്മാരെല്ലാം ഇന്ന് പ്രതിക്കൂട്ടിലാണ്. രാഹുലിന്റെ സത്യസന്ധതയ്ക്ക് കാലം നൽകിയ സർട്ടിഫിക്കറ്റാണ് ഈ സംഭവ വികാസങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു പാഠമാകുന്നു. കല്ലെറിഞ്ഞും മുട്ടയെറിഞ്ഞും ഒരു നേതാവിനെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നവർക്ക് ജനകീയ കോടതി നൽകുന്ന ശിക്ഷയാണിത്. രാഹുൽ കൂടുതൽ കരുത്തോടെ ജനമധ്യത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പീഡനക്കേസിൽ പ്രതിയായ സഖാക്കൾക്ക് ഇനി തല ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. സത്യത്തിന്റെ ഈ പോരാട്ടത്തിൽ രാഹുലിനൊപ്പമാണ് കേരളം. വിവാഹം കഴിക്കുമെന്ന് പാർട്ടി ഉറപ്പു തന്നെങ്കിലും അത് നടന്നില്ല എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. CPM റാന്നി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അലൻ മാത്യുവാണ് ഈ കേസിലെ പ്രതി. വിവാഹം വാഗ്ദാനം നൽകി അലൻ പലവട്ടം പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഗർഭിണിയായപ്പോൾ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകി. CPM നേതാക്കളും അലന്റെ കുടുംബവും ഒപ്പമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ ഗർഭം അലസിയതോടെ അലൻ വാക്കുമാറ്റി. ഇതോടെ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. കേസെടുക്കുവാൻ നിർദ്ദേശം നൽകി SP കൈമാറിയ പരാതി CPM നേതാക്കളും റാന്നി പോലീസും ചേർന്ന് അട്ടിമറിച്ചു എന്നാണ് ആരോപണം. മനോവിഷമത്തിൽ അതിജീവിത ജീവനൊടുക്കുവാനും ശ്രമിച്ചു. പ്രതി അലൻ മാത്യു ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അലൻ CPM സ്ഥാനാർത്ഥിയായിരുന്നു. എല്ലാം പാർട്ടി നിർദ്ദേശപ്രകാരം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മെഡിക്കൽ കോളേജിലായ ശേഷമാണ് ഈ കേസെടുത്തതും. പാർട്ടി നേതാക്കൾ പോലും ഇടപെട്ടാണ് വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് നൽകിയത്. എന്നാൽ കുറ്റാരോപിതൻ പിന്മാറിയിട്ടും ആരും ഇടപെട്ടില്ല എന്നാണ് പരാതിക്കാരി ആരോപിക്കുന്നത്. മുൻ MLA അടക്കം കേസിൽ ഇടപെട്ടുവെന്നാണ് ആരോപണം. 23-ാം തീയതി വിവാഹം കഴിക്കാമെന്നാണ് പാർട്ടിക്കാർ പറഞ്ഞിരുന്നത്. വിവാഹത്തിനുള്ള രജിസ്ട്രേഷനുള്ള ഒരുക്കങ്ങൾ അടക്കം തുടങ്ങി. ഇതിനിടയിലാണ് യുവതിയുടെ ഗർഭമലസിയത്. ഇതോടെ ഇനി പേടിപ്പിക്കുവാൻ എന്താണുള്ളത് എന്ന് ചോദിച്ച് അലൻ മാത്യു വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. ഒരു തരത്തിലുള്ള നീതിയും തനിക്ക് ലഭിച്ചിട്ടില്ല. അലൻ മാത്യുവിനെതിരായ പരാതി ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പുറത്തു വന്നത്. ആരോപണം വന്ന സമയത്ത് യുവതി ഗർഭിണിയായിരുന്നു. ഇതോടെയാണ് വിവാഹമെന്ന ഒത്തുതീർപ്പിന് ധാരണയായത്. എന്നാൽ ഗർഭം അലസിപ്പോയതോടെയാണ് അലൻ മാത്യു വിവാഹ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ട് പോയത്. സഹായം തേടി പോലീസിനെ സമീപിച്ച യുവതിക്ക് തുടർ സഹായം ലഭിച്ചില്ലെന്നും പിന്നീട് കളക്ടറെ അടക്കം സമീപിക്കേണ്ടി വരികയുമായിരുന്നു. ആരോപണം വന്നപ്പോൾ തന്നെ അലനെ പാർട്ടി കൈവിട്ടുവെന്നായിരുന്നു പ്രാദേശിക നേതൃത്വം കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ തളയ്ക്കുവാൻ അവർ പ്രയോഗിച്ച ആയുധങ്ങൾ ഓരോന്നായി അവർക്ക് നേരെ തന്നെ തിരികെയാണ്. പത്തനംതിട്ട കോടതി പരിസരത്ത് അലൻ മാത്യുവും സംഘവും നടത്തിയ ഈ തെരുവ് നാടകം ഇന്ന് കേരളം ഓർത്തെടുക്കുകയാണ്.